ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ 4ാം പതിപ്പിന് ഇന്ന് ദക്ഷിണ ഗോവയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്ത കരാർ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഖായ കാലസ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന്. സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഊർജ്ജവാരത്തിന്റെ 4ാം പതിപ്പിന് ഇന്ന് ദക്ഷിണ ഗോവയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഊർജ്ജ സുരക്ഷ, നിക്ഷേപം തുടങ്ങി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമ്പദ് വ്യവസ്ഥകളിലുടനീളം പ്രായോഗികവും വിപുലീകരിക്കാവുന്നതുമായ പാതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺക്ലേവ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, UAE, കാനഡ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 3 ദിവസത്തെ പരിപാടിയിൽ 120-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 75,000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സുരക്ഷാ പ്രതിരോധ പങ്കാളിത്ത കരാർ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഖായ കാലസ്. ഇന്ത്യയുമായി കൂടുതൽ അടുത്ത സഹകരണത്തിന് കരാർ ആക്കം കൂട്ടുമെന്ന് ഖായ കാലസ് പറഞ്ഞു. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ ലൂയിസ് സാന്റോസ് ഡാ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും ഇന്ന് നടക്കുന്ന 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരു സമ്പദ് വ്യവസ്ഥകളിലെയും വ്യാപാരത്തെയും നിക്ഷേപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ഔദ്യോഗിക തല ചർച്ചകൾ അവസാനിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആതിഥേയത്വം വഹിക്കുമെന്നും ശ്രീ രാജേഷ് അഗർവാൾ അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ മറ്റന്നാൾ പാർലമെന്റിൽ സമർപ്പിക്കും. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ രാവിലെ 11 മണിക്കാണ് യോഗം. 30 ദിവസത്തെ ബജറ്റ് സമ്മേളനം സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചു ചേർത്തത്. ദേശീയ സാംസ്കാരിക ടൂറിസം ഉത്സവമായ ഭാരത് പർവിന് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ തുടക്കമായി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയാണ് ഭാരത് പർവെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. हमारी परंपरा, हमारी संस्कृति के साथ साथ हम देश और दुनिया को इस भारत पर्व के माध्यम से विशेष रूप से आमंत्रित करना चाहते हैं. मुझे आशा है 7 दिन के इस पर्व के माध्यम से हम भारत के पर्यटन संस्कृति मंत्रालय के अंदर देशी विदेशी पर्यटकों को और आकर्षित कर पाएंगे. ഒരാഴ്ച നീളുന്ന പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് NSS സംഘവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രമാദ്യം എന്ന മനോഭാവം വളർത്തിയെടുക്കാൻ യുവജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് രാഷ്ട്ര നിർമ്മാണ സംരംഭങ്ങളിൽ അവരുടെ പങ്കാളിത്തം വഴിതിരിച്ചു വിടുന്നതിൽ മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ സ്വാധീനത്തെക്കുറിച്ച് ശ്രീ മാണ്ഡവ്യ എടുത്തു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാടകമേളയായ ഭാരത് രംഗ് മഹോത്സവിന്റെ 25ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. രാജ്യവ്യാപകമായി 40 സ്ഥലങ്ങളിലായി അരങ്ങേറുന്ന മഹോത്സവം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ് സംഘടിപ്പിക്കുന്നത്. അടുത്ത മാസം 20-ന് സമാപിക്കും.
വരയാടുകളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് ഇരവികുളം ദേശീയോദ്യാനം ഫെബ്രുവരി 1 മുതൽ അടച്ചിടും. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഏപ്രിൽ 1 വരെ തുടരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. രാജമല, മേസ്തിരിക്കെട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ വരയാടിൻ കുഞ്ഞുങ്ങൾ ജനിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നടക്കും. ഈ മാസം 29-നാണ് സംസ്ഥാന ബജറ്റ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. കരട് SIR പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരും പുതിയ അപേക്ഷകരും ഫോം 6 ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കണം. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് 2015 തുടക്കം കുറിച്ചതാണ് പ്രഗതി സംരംഭം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഗതിയുടെ 50 യോഗങ്ങളിലൂടെ പൊതുജന പരാതികളും പദ്ധതികളും തത്സമയ നിരീക്ഷണവും പരിഹാരവും സാധ്യമാക്കി. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഹരിദാസ്പൂർ പാരാദീപ് പുതിയ റെയിൽപാത യാഥാർത്ഥ്യമാക്കിയതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ഒഡീഷയിലെ 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹരിദാസ്പൂർ പരദീപ് പുതിയ റെയിൽപാതയ്ക്ക് 1997 ജനുവരിയിൽ അംഗീകാരം ലഭിച്ചു. നിരവധി വെല്ലുവിളികൾ പദ്ധതി നിർവഹണത്തിൽ നേരിട്ടിരുന്നുവെങ്കിലും 2018 ഓഗസ്റ്റിൽ പ്രഗതി അവലോകനത്തിലൂടെ പദ്ധതി നിർവഹണം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. കേന്ദ്രീകൃത ഭരണ ഇടപെടലിലൂടെയും ഘടനാപരമായ നഷ്ടപരിഹാര സംവിധാനങ്ങളിലൂടെയും ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി. പതിറ്റാണ്ടുകളായി സ്തംഭിച്ചു കിടന്ന പദ്ധതി 2020 കമ്മീഷൻ ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്ക് അസമിലാണ് മത്സരം. ഒരു ജയവും സമനിലയും ഉൾപ്പെടെ 4 പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ കേരളം ഒന്നാമതാണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ കേരളത്തിന് ക്വാർട്ടർ റൌണ്ട് ഉറപ്പാകും. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 15 റൺസിന് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തി. മുംബൈ ഉയർത്തിയ 200 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് വഡോദരയിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. വൈകിട്ട് തിരുവനന്തപുരം വൈരോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്ക് പരാതിരഹിത സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഹജ്ജ് കമ്മിറ്റിയുടെ സാങ്കേതിക ക്ലാസ് 2ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിന് അയക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 5 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജ് തീർത്ഥാടക സംഘങ്ങൾ പുറപ്പെടുന്നത്. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9ാം തിഥിയായ മഹാനന്ദ നവമി ഇന്ന് തിരുനാവായയിൽ ആചരിക്കും. ദുർഗാദേവിയെയും ലക്ഷ്മി ദേവിയെയും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്നതാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. ഭാരതപ്പുഴയിൽ മഹാനന്ദ സ്നാനം ഇന്ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളുടെ മേഖലാതല അവലോകന യോഗം ഇന്നും നാളെയുമായി കണ്ണൂരിൽ നടക്കും. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ സർവകലാശാല വൈസ് ചാൻസലർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുക്കും. സിംബാബ്വേയിൽ നടക്കുന്ന അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരെ നേരിടും. സൂപ്പർ 6 സ്റ്റേജിലെ 6ാം മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കും. അമേരിക്കയിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയിൽ വ്യാപക നാശനഷ്ടം. തെക്ക് വടക്കു കിഴക്കൻ മേഖലകളിൽ കഠിനമായ തണുപ്പിലും മഞ്ഞുവീഴ്ചയിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഊർജ്ജ വാരത്തിന്റെ 4ാം പതിപ്പിന് ഇന്ന് ദക്ഷിണ ഗോവയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്ത കരാർ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കായ കാലസ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ചെയ്ത സംസ്ഥാന ബജറ്റ് മറ്റന്നാൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ഒഡീഷയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.